അങ്ങനെ ജാൻവിക്കുട്ടിയുടെ അരിയിലെഴുത്തിന് ശേഷം ഞങ്ങളിതേ അമ്മൂമ്മയുടെ നാട്ടിലോട്ട് പോവാണ് കേട്ടോ. തിരൂരാണ് അമ്മൂമ്മയുടെ വീട്. ഇന്ന് ഇവിടെ വരും എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ കൂടി വിചാരിക്കാത്ത കാര്യമാണ് കേട്ടോ. അമ്മൂമ്മയുടെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രമാണിത്. നമ്മളിവിടെ എത്തിയതും നട അടയ്ക്കാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ. നമ്പൂതിരി പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നട അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ എത്തി ദർശനവും കിട്ടി. സത്യം പറഞ്ഞാൽ ഹരിശ്രീ കുറിച്ച് നമ്മൾ തിരിച്ചു പോയതായിരുന്നു കേട്ടോ. എന്റെ നിർബന്ധപ്രകാരമാണ് കാർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു. ഒരു നിയോഗം പോലെ ഒരുപാട് ഓർമ്മകൾ അമ്മൂമ്മയ്ക്ക് എനിക്ക് സമ്മാനിക്കാൻ കഴിയും. 19 വർഷത്തിന് ശേഷമാണ് അമ്മൂമ്മ തിരിച്ച് ആളുടെ സ്വന്തം നാട്ടിലെത്തുന്നത്. ആരെയും കാണാതെ സങ്കടത്തോടെ തിരിച്ചു പോകണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അമ്മൂമ്മയുടെ ഒരു ഫ്രണ്ട്, അതായത് ബാല്യകാല കൂട്ടുകാരിയെ കണ്ടുമുട്ടിയത്. ഇവരെ കണ്ടുമുട്ടിയപ്പോൾ പിന്നെ പറയണ്ടല്ലോ, പറഞ്ഞിട്ടും തീരാത്തത്ര കഥകൾ അവർക്കുണ്ടായിരുന്നു കേട്ടോ. തുഞ്ചൻപറമ്പിലെത്തിയപ്പോൾ നടക്കാൻ കഴിയാതെ അവിടെ ഒരു സൈഡിലിരുന്ന അമ്മൂമ്മ ഇവിടെ എത്തിയപ്പോൾ എങ്ങനെയാണ് ഇത്രയും എനർജറ്റിക് ആയി നടന്നത് എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മൈൻഡാണ് നമ്മുടെ കൺട്രോൾ ചെയ്യുന്നുള്ള കാര്യം വളരെ സത്യമാണ് കേട്ടോ. അത് എനിക്ക് ഇന്ന് ഇതോടെ മനസ്സിലായി. പണ്ട് ഇവിടങ്ങളിൽ കളിച്ച് രസിച്ച് നടന്നിട്ടുള്ള ഒരു ബ്രാഹ്മൺ കുട്ടിയായിരുന്നു ഞങ്ങളുടെ അമ്മൂമ്മ. ഇന്നും അതേ കുട്ടിയായി തന്നെയാണ് ആള് ഈ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മൂമ്മയ്ക്ക് ഈ മുത്തശ്ശിയെ കണ്ടപ്പോൾ മനസ്സിലായെങ്കിലും ആൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പേരെന്തെന്ന് ചോദിച്ചപ്പം അമ്മു എന്ന് പറഞ്ഞു. അമ്മൂന് എന്നെ മനസ്സിലായില്ലേ എന്നാണ് ആളത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിരുകളില്ലാത്ത കഥകളായിരുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അമ്മൂമ്മ അവിടെ നിന്ന് ബായ് പറഞ്ഞിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് അമ്മൂമ്മയുടെ വീട് നിന്നിരുന്ന സ്ഥലത്തോട്ടാണ്. വീടിന്റെ മുറ്റത്തായിട്ടാണ് അമ്മൂമ്മയുടെ അച്ഛൻ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ഛനെ കാണാനായിരുന്നു അമ്മൂമ്മ ഓടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ പുതിയ വീടുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മൂമ്മയ്ക്ക് അറിയാവുന്ന പലരും ഇന്നിതേ ഈ ഫോട്ടോകളിലാണുള്ളത്. കുറേ കാലത്തെ ആഗ്രഹം അമ്മൂമ്മക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളും വളരെ ഹാപ്പിയാണ്. ഇനി തിരികെ കോഴിക്കോടേക്ക്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.